ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ്. ഇന്ന് ഒരു ദൈവദാസനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് VJ ബാബു. ഏതാണ്ട് 40-ലധികം വർഷങ്ങളായി ബാംഗ്ലൂരിൽ താമസിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് പാസ്റ്ററെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിച്ചതിലുള്ള വളരെയധികം നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഏത് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഈ ബാംഗ്ലൂർ വന്നിട്ടോ എത്ര നാളായി എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ 40 വർഷത്തോളമായി ബാംഗ്ലൂരിലെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഞാൻ വരാനുള്ള കാരണം, എൻ്റെ ഇളയ ഒരു സഹോദരിയെ ബാംഗ്ലൂരിൽ ഇവിടെ ഒരു ജോലിയോടുള്ള ആവശ്യത്തിൽ വിട്ടിട്ട് പോകാൻ ഒരു 3 ദിവസം ബാംഗ്ലൂരിലത്തേക്കുള്ള യാത്ര ക്രമീകരിച്ചു വന്നതാണ്. ഞാൻ ഇട്ടിരുന്ന ഒരു ജോഡി ഡ്രസ്സോട് കൂടെ മാത്രം ബാംഗ്ലൂരിലേക്ക് ഒരു ബാഗ് പോലും ഇല്ലാതെ വന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഈ ബാംഗ്ലൂരിൽ വന്നത്. ഞാൻ നാട്ടിൽ എവിടെയാ പാസ്റ്ററുടെ വീട്? എവിടെയാണ് നാട്ടിൽ? ഞങ്ങള് പത്തനംതിട്ട ജില്ലയിലാണ്. ഞങ്ങള് പത്തനംതിട്ട കോന്നി റൂട്ടിൽ ഈട്ടുകുട്ടിപ്പടി ജംഗ്ഷൻ, അതാണ് ഞങ്ങളുടെ കുടുംബ വീട്. അതെ, ഞങ്ങൾ ആ നാട്ടുകാരാണ്. അവിടെയാണ് ജനിച്ചു വളർന്നത്? അവിടെയാണ് ഞാൻ ജനിച്ചു. പിന്നീട് വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? വിദ്യാഭ്യാസമൊക്കെ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട തന്നെയായിരുന്നു. വിദ്യാഭ്യാസത്തിന് ശേഷം 77 ഞാൻ SSLC പാസ്സായ ശേഷം ആർമിയിൽ ഒരു ജോലി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഹൈദരാബാദിന് പോയി. ദൈവഹിതം എന്തോ എന്നറിയില്ല, അത് നടക്കാതെ വന്നു. അങ്ങനെ ഹൈദരാബാദിൽ ഞാൻ ഒരു 6 വർഷം ഹൈദരാബാദിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് തിരികെ വന്ന് 83 തിരികെ വന്ന് ഒരു 2 വർഷത്തോളം 85 വരെ നാട്ടിൽ നിന്നു. അതിനുശേഷം 85 നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കടന്നു വന്നു. പാസ്റ്ററൊക്കെ ഈ ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നത് അത് മാതാപിതാക്കളായിട്ട് വന്നതാണോ അതോ എങ്ങനെയാണ് അത്? മാതാപിതാക്കളായിട്ട് വന്നതല്ല. കാരണം എൻ്റെ വല്യപ്പച്ചന്മാര് മുതല് കത്തോലിക്ക സഭാ വിശ്വാസികളും ഒരു ദേവാലയം പണിയാൻ എൻ്റെ മാതാപിതാക്കളുടെ 2 കുടുംബക്കാരും സ്വന്തമായി ദേവാലയങ്ങൾ പണിയാൻ ഇനിഷ്യേറ്റ് എടുത്ത് പണിത ഇടവകകൾ ഇന്ന് ഉണ്ട്. പതാലിൽ നിന്നാണ് എൻ്റെ അമ്മയുടെ വീട്ടുപേര്, കൊല്ലംപറമ്പിൽ നിന്നാണ് എൻ്റെ പിതാവിൻ്റെ വീട്ടുപേര്. അപ്പോൾ അവരൊക്കെ, എൻ്റെ വലിയപ്പച്ചന്മാരൊക്കെ മുൻകൈ എടുത്ത് മുന്നോട്ട് വന്ന് ദേവാലയങ്ങൾ പണിത് അങ്ങനെ കത്തോലിക്ക സഭാ വിശ്വാസികളായിട്ടാണ് എൻ്റെ മാതാപിതാക്കളും ഞങ്ങളുടെയൊക്കെ തുടക്കം. ഓക്കെ, പിന്നീട് എന്നാണ് പാസ്റ്റർ ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നത്? പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ 85 ഞാൻ ബാംഗ്ലൂർ വന്ന് ഉടനെ തന്നെ എന്നോട് ആദ്യമായി സുവിശേഷം പങ്കുവെക്കുന്നത് ഇന്ന് ഡൽഹിയുടെ പ്രദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുന്ന പാസ്റ്റർ ശശി ജോൺ, അദ്ദേഹമാണ് ആദ്യമായിട്ട് എൻ്റെ അടുക്കൽ വന്ന് ദൈവവചനം സുവിശേഷം പറയുന്നത്. ഞാൻ ശേഷം ഇന്ന് ബാംഗ്ലൂരിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ബഹുമാന്യനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ MA വർഗീസ് അവറുകൾ, അന്ന് പാസ്റ്റർ ശശി ജോൺ, ബഥേൽ സഭയുടെ ബാംഗ്ലൂരിൽ അനേക ദൈവമക്കള് ദൈവത്തെ ആരാധിക്കുന്ന വളരെ പഴക്കമുള്ള ഒരു ദൈവസഭയാണ് ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ. ഞാൻ അവിടുത്തെ സീനിയർ പാസ്റ്റർ ആയിരുന്ന പാസ്റ്റർ MA വർഗീസിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു പാസ്റ്റർ ശശി ജോൺ. ആദ്യം ശശി ജോൺ പാസ്റ്ററാണ് എൻ്റെ അടുക്കൽ ദൈവവചനത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും ഒന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. പിന്നെ പാസ്റ്റർ MA വർഗീസും പല സമയങ്ങളിൽ ഞാൻ എൻ്റെ ഒരു കൊച്ചമ്മയുടെ വീട്ടിലാണ് അന്ന് താമസിച്ചു കൊണ്ടിരുന്നത്, എൻ്റെ പെങ്ങളും ഞാനും. അപ്പോൾ ആ കൊച്ചമ്മ സുഖമില്ലാത്ത ഒരു വ്യക്തിയായത് ഒരു ആദ്യ അമ്മാമയായിരുന്നത് കൊണ്ട് ഇടയ്ക്കൊക്കെ ദൈവദാസന്മാർ വിസിറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ MA വർഗീസ് പാസ്റ്ററും ഇടയ്ക്കൊക്കെ കടന്നു വന്ന് അവിടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. ആ സമയത്തൊക്കെ സംസാരിക്കുകയും ദൈവവചനം പറയുകയും ചെയ്യും. ആ ദൈവ മനുഷ്യനും
ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതിന് ഒരു പങ്കുണ്ട്. അദ്ദേഹത്തിൽ നിന്നും ദൈവവചനം ആ കാലങ്ങളിൽ ആരംഭ സമയങ്ങളിൽ കേൾക്കാനിടയായിട്ടുണ്ട്. അപ്പൊ പാസ്റ്റർ ഈ ബാംഗ്ലൂർ വരുന്നവരെ കത്തോലിക്ക വിശ്വാസിയായിരുന്നു. അപ്പൊ മാതാപിതാക്കളൊക്കെ കത്തോലിക്ക വിശ്വാസത്തിലാണ്. അന്ന് അവരൊക്കെ കത്തോലിക്ക വിശ്വാസത്തിലായിരുന്നു. ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ശശി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ മുഖേനയാണ് ഈ സുവിശേഷം അറിയുവാനായിട്ട് ഇടയായത്. രണ്ട് ദൈവദാസന്മാർക്കും തുല്യ പങ്കുണ്ട്. തുടങ്ങി വെച്ചത് പാസ്റ്റർ ശശി ജോണാണ്. എന്നാൽ ബഹുമാന്യനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം എ വർഗീസ് അവറുകളും തുടർമാനമായി ദൈവവചനം പറയുകയും സുവിശേഷം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പാസ്റ്റർ ഇങ്ങനെ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നിട്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായോ? വീട്ടിൽ നിന്ന് ഈ പറയത്തക്ക എതിർപ്പുകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അന്ന് എന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ കേരളത്തിലും ഞാൻ ബാംഗ്ലൂരിലുമാണ്. അപ്പൊ എതിർപ്പുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് എനിക്കതൊരു അതിനെ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമായിട്ട് വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ കാര്യമായിട്ടുള്ള എതിർപ്പുകൾ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പൊ പിന്നീട് പാസ്റ്റർ ഈ എം എ വർഗീസ് പാസ്റ്ററുടെ സഭയുമായി ബന്ധപ്പെട്ടാണ് വിശ്വാസത്തിൽ വരും. പിന്നെ സ്നാനപ്പെട്ടതും പിന്നെ ഒരു സുവിശേഷകനാകണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകാനുള്ള കാരണം എന്താ? അന്ന് ബഥേൽ സഭയുടെ ആരംഭ സമയങ്ങളാണ്. അപ്പോ അവിടുത്തെ പല കാര്യങ്ങളിലും എനിക്ക് ഞാൻ ആകൃഷ്ടനായിട്ടുണ്ട്. അല്ല, അത് സ്നാനപ്പെട്ട് കഴിഞ്ഞാണോ അതിന് മുമ്പാണ്? ആരംഭത്തിൽ തന്നെ കേൾക്കുമ്പോൾ അവിടെ നടക്കുന്ന ആരാധനകൾ, ആളുകളുടെ സഹകരണം, കാര്യങ്ങളൊക്കെ എന്നെ ചിന്തിപ്പിക്കുകയും എന്നെ ആകർഷിക്കുകയും ചെയ്തു. അപ്പൊ അതിലൊന്നാകാനുള്ള ഒരു താല്പര്യം അന്ന് എന്നില് മുള പൊട്ടി. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. ദൈവവചനം പഠിക്കണം, അല്ലെങ്കിൽ അറിയണം, മറ്റുള്ളവരോട് പറയണം. ആത്മാക്കളെ നേടുക എന്നുള്ളത് ഒരു ദൈവ പൈതലിന്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ, ഒരു ക്രിസ്ത്യാനിയുടെ മാറ്റിവെക്കാൻ പാടില്ലാത്ത ഒരു ദൗത്യമാണ്. ദൈവികമായ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. മറ്റുള്ളവരോട് സുവിശേഷം പറയണം, ആത്മാക്കളെ നേടണം എന്നൊക്കെയുള്ള ആ കാര്യങ്ങൾ ഞാൻ അന്ന് ഗ്രഹിച്ചിരുന്നത് കൊണ്ട് ആ ഒരു താല്പര്യം എന്റെ മനസ്സിനകത്തിലുണ്ടായിരുന്നു. പിന്നീട് സ്നാനപ്പെട്ടതൊക്കെ എന്താ? സ്നാനപ്പെട്ടത് ഞാൻ വന്ന് 1 വർഷത്തിനകം തന്നെ സ്നാനപ്പെട്ടു. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടത് ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം എ വർഗീസ് അവറുകളാണ് എന്നെ സ്നാനപ്പെടുത്തുകയും മാത്രമല്ല എൻ്റെ ശുശ്രൂഷയില് ഞാൻ കൃപയാൽ ഏകദേശം 35 വർഷത്തിലധികമായി സഭാചാർജിലും ശുശ്രൂഷയിലുമായിരിക്കുന്നു. ആ ശുശ്രൂഷയില് തീർച്ചയായും പാസ്റ്റർ എം എ വർഗീസ് അവർക്ക് ഒരു എൻ്റെ ശുശ്രൂഷയിൽ എന്നെ കൈപിടിച്ച് നടത്തിയതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. കാര്യങ്ങൾ ഒരു പിതൃ സ്ഥാനത്ത് നിന്ന് ഉപദേശങ്ങൾ തന്നും ശരിതെറ്റുകൾ തിരുത്തി തന്നും ഒക്കെ അദ്ദേഹം എന്നെ ശുശ്രൂഷയിൽ മുന്നോട്ട് നയിച്ചതിൽ ആ ബഹുമാനപ്പെട്ട ദൈവമനുഷ്യന് വളരെ കടപ്പാടുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ഇന്നും ആ വിഷയത്തിൽ കടപ്പാടുള്ളവനാണ്. പാസ്റ്റർ ഇവിടെ വന്ന സമയത്താണോ ഈ ബഥേൽ എ ജി ചർച്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്, അതോ അതിനു മുമ്പായിരുന്നു? അതിനു മുമ്പ് സഭയുണ്ട്. സഭയുണ്ട്. പാസ്റ്റർ വരുന്ന സമയത്ത് എത്ര വിശ്വാസികൾ ഉണ്ടായിരുന്നു അവിടെ? ഞാൻ വരുന്ന സമയത്ത് ഒരു 30, മാക്സിമം ഒരു 30 പേരൊക്കെ കാണത്തുള്ളൂ. ചെറിയ ഹോളായിരുന്നു അന്ന്, ഒരു ആസ്പെറ്റോസ് ഹോള്. എല്ലാവരും കൂടെ വന്നാൽ തന്നെ അതിനകത്തൊരു പകുതിയിൽ ഒക്കെ നിൽക്കാനുള്ള ആളുകളെ ഒരു 10-30 പേര് കാണും. അതിൽ കൂടുതലൊന്നും അന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് 1-2 വർഷങ്ങൾ കൊണ്ട് ഒരു വലിയ വളർച്ച, അവിടെ ഒരു ആരംഭമായിരുന്നു. അതെന്താണ് അത്രയും പെട്ടെന്ന് ആ സഭ വളരാനുള്ള ഒരു കാരണമുണ്ട്? അന്ന് ഒന്ന് ആളുകൾ തങ്ങളിലുള്ള ഐക്യത, സ്നേഹം, സമർപ്പണം. അത് ആ കാലഘട്ടം കഴിഞ്ഞ് ഞാൻ എങ്ങും ഇതുവരെ അതുപോലെ ഒരു ഇത് കണ്ടിട്ടില്ല. പാസ്റ്റർ എം എ വർഗീസിന്റെ ഒരു പ്രവർത്തനം അതിനകത്ത് വളരെ എടുത്തു പറയേണ്ട കാര്യങ്ങളല്ലേ? ആ സഭയുടെ ഒരു വളർച്ചയെ കുറിച്ച് പാസ്റ്റർ ആ സഭയുടെ ആരംഭം മുതലുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പാസ്റ്റർക്ക് ആ സഭയുടെ വളർച്ചയെ കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് ആരംഭം എന്ന് പറയുമ്പോൾ സഭ നേരത്തെ ഉണ്ട്. അതിനു മുമ്പ് പല ദൈവദാസന്മാർ അവിടെ ശുശ്രൂഷിച്ചതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. പാസ്റ്റർ എം എ വർഗീസ് വരുന്നതിന് മുമ്പ് പാസ്റ്റർ ടി പി വർഗീസ് അദ്ദേഹത്തിൽ നിന്നാണ് പാസ്റ്റർ എം എ വർഗീസ് ഈ ചാർജ് ഏറ്റെടുത്ത ആ സഭയിൽ. ശരിക്കും ആ
ബാംഗ്ലൂർ AG ചർച്ചിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് TP വർഗീസ് എന്ന് പറയുന്ന പാസ്റ്ററാണ്. TP വർഗീസിനും അപ്പുറത്തോട്ട് പലരും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ SABC ദൈവദാസന്മാരൊക്കെ വന്നിട്ട് അവിടെ ആഴ്ചതോറും മാറി മാറി വന്നിട്ട് അവിടെ ആരാധനകൾ നടത്തുകയും ഒക്കെ ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ TP വർഗീസ് മുതൽ ഇങ്ങോട്ടുള്ളതിലാണ് എനിക്ക് ഒരു നേരിലുള്ള അറിവ്. കാരണം കർത്താവദാസൻ പാസ്റ്റർ വർഗീസ് എന്റെ ഓർമ്മ ശരിയെങ്കിൽ 83-84 സമയത്താണ് അദ്ദേഹം അവിടെ വരുന്നത്. അദ്ദേഹം വന്ന് 2 വർഷത്തിനുള്ളിലാണ് ഞാൻ ആ സഭയിൽ വരുന്നത്. അന്ന് അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പാസ്റ്റർ വർഗീസ് ഞാൻ വരുമ്പോൾ ഒരു പ്രൈവറ്റ്, അദ്ദേഹം ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലുള്ള ആളായതുകൊണ്ട് ഒരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യുകയും പിന്നെ ഉടനെ തന്നെ ഞാൻ വന്ന ശേഷം അദ്ദേഹത്തിന് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ് AD എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ ബാംഗ്ലൂർ തന്നെയുള്ള ഒരു വലിയൊരു ഗവൺമെന്റ് ഡിഫൻസിന്റെ കീഴിലുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനകത്തില് ഒക്കെ അദ്ദേഹം എഞ്ചിനീയറായിട്ടൊക്കെ പിന്നെയും കുറെ കാലം ജോലി ചെയ്തു. അങ്ങനെയായിരുന്നു ആ കാലഘട്ടം. അപ്പൊ പാസ്റ്റർ പിന്നീട് അവിടെ ഒരു അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് പ്രവർത്തിച്ചു. ഞാൻ അസോസിയേറ്റ് പാസ്റ്റേഴ്സിൽ സീനിയർ പാസ്റ്ററായിട്ട് ഞാൻ അവിടെ ദീർഘകാലം സഭയുടെ കാലഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് വിവരിക്കാവോ? പാസ്റ്റർ അവിടെ ദീർഘനാളുകളായിട്ട് ഒരു പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിച്ചു. ഒരു അസോസിയേറ്റ് പാസ്റ്റർ, അസോസിയേറ്റ് പാസ്റ്ററായിട്ട് വർക്ക് ചെയ്തു. അതിലൊരു സീനിയർ പാസ്റ്ററായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രവർത്തന രീതികള്, അവരുടെ വളർച്ച, ആദ്യകാലങ്ങളിൽ അവരനുഭവിച്ച കഷ്ടപ്പാടുകള്, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാം അറിയാവുന്നതുപോലെ. അത് തീർച്ചയായിട്ടും കഷ്ടപ്പാടുകളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, ധാരാളം പറയാനുണ്ട്. കാരണം അന്ന് വളരെ സാമ്പത്തിക ഞെരുക്കം സഭകളൊക്കെ മൊത്തത്തിൽ വിശ്വാസകോളത്തിൽ ഉണ്ടായിരുന്നായിരിക്കാം. എന്തുമാകട്ടെ, ദൈവസഭയില് ബെഥേലേജിയില് ചുരുക്കം ചില ആളുകൾ മാത്രമേ സ്വന്തമായ ഭവനമുള്ളവർ ഈ പട്ടണത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഗവൺമെന്റ് ജോലിയുള്ളവർ തന്നെ വളരെ ചുരുക്കമായിരുന്നു. നമുക്കറിയാമല്ലോ, 10-40 വർഷത്തിന് മുമ്പെന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ശമ്പളം എന്ന് പറഞ്ഞാൽ തന്നെ തുച്ഛമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്. അന്ന് വളരെ ഞെരുക്കത്തിലാണ് സഭ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ സഹിതം അവിടെ നിന്ന് പഴയ, അതായത് ബിന്നിമിൽ റോഡ് എന്ന് പറയുന്ന ആ റോഡിൽ ആയിരുന്നു ഈ സഭയുടെ ആരംഭം. അവിടെ വെള്ളം വരാത്ത പല ദിവസങ്ങളിൽ, ഗവൺമെന്റിൽ നിന്ന് കോർപ്പറേഷന്റെ വെള്ളം കിട്ടാത്ത പല ദിവസങ്ങളിൽ ഞങ്ങള് അവിടുന്ന് മിനിമം ഒരു 1/2 കിലോമീറ്റർ ഒക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 400 മീറ്ററെങ്കിലും താഴോട്ട് ആ ഒരു റോഡുണ്ട്. ആ റോഡിന്റെ അവസാനം വരുന്നിടത്ത് ബോർവെല്ലുണ്ട്. ആ ബോർവെല്ല് അടിച്ച് 2 പേരിൽ നിന്ന് വെള്ളം അടിച്ചു കുടങ്ങളിൽ നിറച്ച് സൈക്കിളിന്റെ 2 സൈഡിൽ കയറുകൊണ്ട് കെട്ടി കയറ്റത്തോട്ട് ഈ സൈക്കിൾ തള്ളി രാത്രി മുഴുവനും അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ആ സ്നാനക്കുളത്തില് നിറച്ച് അടുത്ത ദിവസം രാവിലെ സ്നാനം നടത്തിയിട്ടുള്ള കാര്യം. ഒരു ലോഡ് വെള്ളം കൊണ്ട് ട്രാക്ടറിലോ ലോറിയിലോ ഇറക്കണമെന്നൊരില്ല, അതിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ കഷ്ടപ്പെട്ട അതൊക്കെ ഒരുപാട്. അതുപോലെ ഒരു ധാരാളം നടന്നും കിലോമീറ്ററുകൾ നടന്ന ആളുകൾ വരുമായിരുന്നു, സൈക്കിൾ ചവിട്ടി വരുമായിരുന്നു. ഞാനും ദീർഘകാലം ഞാൻ ബഥേൽ സഭയിൽ നിൽക്കുമ്പോൾ എനിക്ക് പീനിയ ഏരിയയില് സഭയുടെ ചാർജ് എനിക്കുണ്ടായിരുന്നു. രാജാജി നഗറിൽ രാജാജിനഗറില് ESI ഹോസ്പിറ്റലിനോട് ചേർന്ന് KB-യുടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സിൽ വെച്ച് എല്ലാ ഞായറാഴ്ചയും ഈവനിങ് സർവീസ് ഉണ്ട്. അത് ആരംഭത്തില് അവിടുത്തെ ശുശ്രൂഷ ഞാനായിരുന്നു ലീഡ് ചെയ്തിരുന്നതും, അതിന്റെ ചുമതല എനിക്കായിരുന്നു. അങ്ങനെ പലയിടങ്ങളിൽ ബഥേൽ AG സഭയുടെ പല ഇന്നുള്ള വലിയ വലിയ ആയി തീർന്നിരിക്കുന്ന പലതിന്റെയും തുടക്കത്തിലെ ആരംഭ സമയങ്ങളിലെ പാസ്റ്റർ ഞാൻ തന്നെയായിരുന്നു. എനിക്ക് ബെല്ലാരി എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്ന് ഞാൻ എന്റെ അറിവ് ശരിയെങ്കിൽ അവിടെ ഒരു വലിയ സഭയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സഭയുടെ ശുശ്രൂഷകളിൽ എന്റെ ചുമതലയായിരുന്നു. അവിടെ തിരുവത്താഴമൊക്കെ ആ ശുശ്രൂഷകൾ ഞാൻ ഇവിടുന്ന് പോയിട്ടാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ കോളാർ, അത് ഇന്ന് അനേക ആളുകൾ, നൂറുകണക്കിന് ആളുകൾ, എനിക്കൊന്ന് ഒരു പക്ഷേ 1000 എന്ന് പറയുന്നത് തെറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും ആളുകൾ നിറഞ്ഞിരിക്കുന്ന വലിയൊരു സഭ. അതിന്റെ ഈ തുടക്കം ആരംഭകാലങ്ങളിലൊക്കെ അതിന്റെ സഭാ ചാർജ് എനിക്കായിരുന്നു. ഇന്ന് ഒരുപക്ഷെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ അവിടെ ആയിട്ടുണ്ട്. അവരിലൂടെ സഭ പിന്നെയും വളർന്ന് നല്ലൊരു കൂട്ടമായിട്ടുണ്ട്. ആ സമയത്തൊക്കെ വളരെ അധ്വാനങ്ങൾ കഴിച്ചിട്ടുണ്ട് തീർച്ചയായും. അപ്പൊ ഈ ബാംഗ്ലൂരിലുള്ള ഒരു സഭയുടെ ഒരു ഉണർവിന്റെ ഒരു കാരണം
ഈ ബഥേൽ ഏജി ചർച്ച് ആണോ അപ്പൊ എം എ വർഗീസ് പാസ്റ്ററുടെ സഭയാണോ ഇതിന്റെ ഒരു പ്രധാന കാരണം? ആ കാലഘട്ടം ബഥേൽ സഭയ്ക്ക് തീർച്ചയായും ഒരു ഉണർവിന് ഉള്ള ഉണ്ട്. കാരണം 21 ദിവസം ഉപവാസ പ്രാർത്ഥനകള് മറ്റ് എന്റെ ഓർമ്മയിൽ മറ്റൊന്നും വന്ന് അക്കാലത്തുണ്ടായിരുന്നില്ല. ചെറിയ ഉപവാസങ്ങൾ കാണുമായിരിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് 21 ദിവസം നിരന്തരമായി ഉപവാസ പ്രാർത്ഥനകളും നല്ല ആരാധനകളും ദൈവദാസന്മാര്, അനുഭവസമ്പന്നന്മാരായ അഭിഷിക്തന്മാരായ ദൈവദാസന്മാര് കടന്നു വന്ന് ആ കാലങ്ങളിൽ ശുശ്രൂഷിക്കുകയും മാറി മാറി കടന്നു വന്ന് ശുശ്രൂഷിക്കുകയും അന്ന് ഒരു ഉണർവിന്റെ കാലഘട്ടമായിരുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ ബഥേൽ ഏജി സഭയുടെ ഒരു ആരംഭ കാലഘട്ടങ്ങളിൽ ഒരു ടീമായിട്ട് നിന്ന് പ്രവർത്തിച്ച ആളുകളേക്ക് ഓർമ്മയുണ്ടോ? ആരൊക്കെയാണ് അതിന്റെ പ്രധാനമായിട്ട്? പാസ്റ്റർ എം എ വർഗീസ് നേതൃത്വം കൊടുക്കുന്നു, പക്ഷെ അതിന്റെ കൂടുതൽ പാസ്റ്റർ ഉണ്ട്, മറ്റു പല ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ ഓർക്കുന്നുണ്ടോ? അവരെയൊക്കെ പലരെയും ഓർക്കുന്നുണ്ട്. പലരും കൃപയാൽ ഇന്നും ബാംഗ്ലൂരിന്റെ പട്ടണത്തിൽ വിവിധ ഇടങ്ങളിൽ ഉണ്ട്. അവരാൽ കഴിയുന്ന ദൈവവേല, സഭാ ശുശ്രൂഷയിലും മറ്റു സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം എ വർഗീസിന്റെ ലീഡർഷിപ്പിൽ അന്ന് ധാരാളം കർത്താവ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള അനേക ദൈവദാസന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദൈവം ഉപയോഗിച്ചൊരു ദൈവദാസൻ എന്നൊന്നും അവകാശപ്പെടുന്നില്ല. എങ്കിലും അക്കാലത്ത് കർത്താവിന്റെ വേലയിൽ നിന്നതിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനമുണ്ട്. തീർച്ചയായും. പാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് പറയാമോ? യാത്രകള്, വീട് സന്ദർശനം, ഭവന സന്ദർശനം, രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതൊന്ന് വിവരിക്കാം. ആ കാലഘട്ടത്തില് സുവിശേഷീകരണത്തിന് ഞങ്ങൾ പലയിടങ്ങളിൽ ഇങ്ങനെ പോകുമായിരുന്നു. ഒരാവേശമായിരുന്നു ട്രാക്ട് കൊടുക്കുന്നതില്, അല്ലെങ്കിൽ വീടുകൾ സന്ദർശിക്കുന്നതില്. കൃപയാൽ പല അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ ആ കാലഘട്ടത്തില് കഴിഞ്ഞിട്ടുണ്ട്. പല ഭവനങ്ങളിൽ ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചെല്ലുമ്പോൾ ഒന്നും നമ്മളെ അങ്ങനെ അന്നും ഇന്നും അംഗീകരിക്കില്ലല്ലോ. അങ്ങനെയുള്ള ദുരനുഭവങ്ങളുണ്ട്. അനേക ഭവനങ്ങൾ തീർച്ചയായും രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ കടന്നു പോകുമായിരുന്നു. ദൈവവചനം പറയാൻ കടന്നു പോകുമായിരുന്നു. പിന്നെ ദൈവവചന ശുശ്രൂഷയിലൊക്കെ കർത്താവ് കൃപയാൽ അല്പം തൃക്കരങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ആ നിലയിലും ശുശ്രൂഷ തീർച്ചയായും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അത് ബഥേൽ ദൈവസഭയിലെ പഴയ ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക്, ഈവൻ എനിക്ക് തോന്നുന്നത് ബഹുമാന്യനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം എ വർഗീസ് പോലും ഞാൻ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയെ അദ്ദേഹവും വചന ശുശ്രൂഷയൊക്കെ ആണെങ്കിലും ബഹുമാനത്തോടെ കാണുകയും അത് എന്നെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേജിൽ അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം ഇപ്പോൾ ഓർക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ പാസ്റ്റർ വി ജെ ബാബുവിന്റെ ഒരു പ്രസംഗം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത 5 പ്രസംഗം അതിൽ നിന്ന് പ്രസംഗിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഒരു കമന്റാണ്. ഞാൻ ആരോ ആണെന്നൊന്നും അല്ല എനിക്ക് പറയുന്നത്. ഞാനിപ്പം പ്രായത്തിലേക്ക് ഞാനും വന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലഘട്ടം. ഓക്കെ, പാസ്റ്ററുടെ ജീവിതത്തില് സുവിശേഷ വേലയില് പാസ്റ്റർ എടുത്തു പറയാൻ തക്കവണ്ണം അല്ലെങ്കിൽ മറക്കാനാവാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകും. രോഗികൾ സൗഖ്യമായത്, ഭൂതങ്ങൾ വിട്ടുപോയത്, അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ 1-2 കാര്യങ്ങൾ പറയാൻ പ്രമുഖമായി പെട്ടെന്ന് നമ്മൾ ഈ സുവിശേഷ വേലയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. സുവിശേഷ വേലയില് ഞാൻ അത് ബാംഗ്ലൂർ അല്ലാത്ത ഇടത്ത് വിശാഖപട്ടണത്ത് ഒരിക്കൽ മറ്റൊരു ദൈവദാസനോട് കൂടെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട 2-3 എടുത്തു പറയത്തക്ക 2-3 കാര്യങ്ങൾ മാത്രമേ അത്ഭുതങ്ങൾ പോലെ എന്റെ മുൻപിലുള്ളൂ. അന്ന് വലിയ ഉയർത്തി കിട്ടിയ വലിയ സ്റ്റേജിൽ പേരെടുത്ത് പറയുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. പാസ്റ്റർ അനിസൻ സാമുവൽ, അദ്ദേഹം എൻ്റെ ഒരു കസിനാണ്. അദ്ദേഹമാണ് നമ്മുടെ ശുശ്രൂഷിക്കുന്നത്. അപ്പൊ എന്നെ കൂടെ കൂട്ടിന് വിളിച്ചുകൊണ്ട് പോയതാണ്. ഒരുപാട് വർഷങ്ങളായി. അപ്പോ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന വലിയ സ്റ്റേജ്. ഞങ്ങൾ രാവിലെ അവിടെ എത്തി. വിശാഖപട്ടണം ആണെന്നേ അറിയത്തുള്ളൂ. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് എന്റെ സ്ഥലമൊന്നും പറയാൻ ഇപ്പൊ അറിയത്തില്ല. ആ പടയാൻ അങ്ങനെ ഒരു പ്രാവശ്യം അവിടെ പോയത്. ഉയർത്തിക്കെട്ടിയിരിക്കുന്ന സ്റ്റേജ്,
ഭയങ്കര ജനക്കൂട്ടം. ഇവര് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നോട്ടീസ് അടിക്കുമോ, ഈ പിന്നെ മൈക്കൊക്കെ വെച്ച് കെട്ടി അവിടെ ഊര് മുഴുവനും അവിടെ വലിയ പ്രസംഗം നടക്കുന്നു, രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും, അത്ഭുതങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടൊക്കെ ഓട്ടം നടക്കും. വലിയ അഡ്വർടൈസ്മെന്റ് കൂടും. ഞങ്ങൾ ചെന്നിട്ട് വൈകിട്ട് ഈ അനിസൻ എന്നോട് പറഞ്ഞു, നമുക്ക് ഈ ഗ്രൗണ്ടിനെ നമുക്ക് സാധാ ഡ്രസ്സിൽ പോകാം, ആരാന്നൊന്നും അവരും അറിയണ്ട, ഈ ഗ്രൗണ്ട് ഒന്ന് വട്ടം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ, നീ ആരോ ഒരു ദൈവദാസനോട് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഞങ്ങള് അവിടെ ഇങ്ങനെ ഈ ഗ്രൗണ്ടിനെ ഒന്ന് വട്ടം വെച്ച് പ്രാർത്ഥിക്കാൻ ഇറങ്ങിപ്പോയി. ചെന്നപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഭയമായി പോയി. കാര്യം നിറയെ രോഗികളെ കൊണ്ടുവന്ന് തുണിയൊക്കെ വിരിച്ച് അങ്ങ് ഇട്ടിരിക്കും. 4 മണി ആയിപ്പോയി. 6 മണിക്ക് അവിടെ മീറ്റിംഗ് തുടങ്ങത്തുള്ളൂ. അപ്പോ 4 മണി 5 മണി ആയപ്പോഴത്തേക്ക് ആളുകളെയൊക്കെ കൊണ്ടുവന്ന് തുണി വിരിച്ച് രോഗികളെ, കാര്യം ഇവര് പാവങ്ങൾ കേട്ടപ്പോ അത് അതുപോലെ അങ്ങ് വിശ്വസിച്ചു. ഇപ്പൊ അങ്ങ് നടക്കുമെന്നൊക്കെ അവര് പറഞ്ഞുകൊണ്ട് നടന്നേ. അപ്പൊ അവരെന്ത് ചെയ്തു, വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മഹാരോഗികളെ, നമുക്ക് തന്നെ പേടിയാകും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അങ്ങനെ ആളുകളെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു, എന്റെ ദൈവമേ, ഇവര് എന്തോ കണ്ടു വിശ്വസിച്ചിട്ടായി കൊണ്ടുവച്ചേക്കുന്നത്, പിന്നെ ദൈവം ചെയ്യട്ടെ, അവരുടെ വിശ്വാസമല്ലേ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അന്ന് വൈകിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഈ 40 വർഷത്തെ അനുഭവങ്ങളിൽ അന്ന് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് നഗ്നമായ കണ്ണുകൾ കൊണ്ട് കണ്ടു. ഇതിനിടയ്ക്ക് ഒരു കൊച്ചനെ കൊണ്ടുവന്ന്, ഒരു കാലിന് തളം തുള്ളിയ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് പൊക്കി, അവരിങ്ങനെ ഉയർന്ന സ്റ്റേജ് ആയതുകൊണ്ട് ഇങ്ങനെ പൊക്കി എന്റെ കയ്യിലോട്ട് തന്നു. ഞാൻ വായിക്കാൻ പേടിച്ചിരിക്കുക. കാരണം ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കണം. ഇപ്പൊ എനിക്കൊട്ട് അത്ര ഒരു വിശ്വാസവും പോലെ ഈ തളർന്നിരിക്കുന്ന കൊച്ച് കാലം മുടന്തൻ എങ്ങനെ നടക്കുമെന്ന് ഇത്രയും ജനം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോ ഇല്ലെങ്കിൽ നാണക്കേടായി പോയില്ലേ, അത് നമുക്കൊരു നമ്മുടെ മാനം പോവും. വായിക്കാതിരിക്കാൻ ഒക്കത്തില്ല. കാര്യം ഈ വോളണ്ടിയേഴ്സ് അല്ല ഈ കൊച്ചിനെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് എടുക്കെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറയാം. അപ്പൊ വായിക്കാതിരിക്കാൻ പറ്റൂല. അനിസൻ അപ്പം മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വാഹനാപകടത്തിൽ കണ്ണിന് അടിപറ്റി കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരാൾക്ക് വേണ്ടി അനിസൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ സമയം. അപ്പൊ ഈ സൈഡ്, ഒരു സൈഡിൽ കൂടാണ് ഈ കൊച്ചിനെ എടുത്ത് എന്റെ കൈ തരുന്നത്. എന്തായിരുന്നാലും ഞാൻ അങ്ങ് വാങ്ങിച്ച് അനിസൻ അപ്പോഴത്തേക്ക് അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞു. അനിസനും കൂടെ വന്ന് ഞാന് തികഞ്ഞ വിശ്വാസം ഉണ്ടോ എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ പറ്റൂലല്ലോ, കാര്യം ജനമെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. വായിക്കാതിരിക്കാൻ ഒക്കില്ല, പ്രാർത്ഥിക്കാതിരിക്കാൻ ഒക്കില്ല. അങ്ങനെ വാങ്ങിച്ച് അങ്ങോട്ട് നിർത്തി എന്തോ തമ്പുരാൻ കരുണ കാണിച്ചു എന്ന് മാത്രമേ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളൂ. അനീസനും കൂടെ വന്ന് കൈവച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞ് സാധാരണ എല്ലാ പല കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ നടക്ക ഓടുന്നൊക്കെ ഒന്ന് പറഞ്ഞതാ. പക്ഷേ മനസ്സുകൊണ്ടിൽ എനിക്ക് 100% വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഈ കുഞ്ഞ് ഒറ്റ ഓട്ടം, അവൻ ആദ്യം 1-2 ചെറിയ ഇങ്ങനെയൊക്കെ ഒന്ന് കാല് വെച്ച് നല്ല പോലെ ആ സ്റ്റേജ് ഒരു റൗണ്ട് അങ്ങ് ഓടി. അത് എൻ്റെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ആത്മീയ അനുഭവങ്ങളിൽ ഒരനുഭവമാണ്. അങ്ങനെ ഉണ്ട്, പലയിടങ്ങളിൽ രോഗികൾ സൗഖ്യമായതും അത്ഭുതകരമായി കർത്താവ് വിടുവിച്ച പല കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായും. പാസ്റ്റർക്ക് മക്കൾ എത്ര പേരാണ്? എനിക്ക് 2 മക്കളാണ് ഉള്ളത്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? എൻ്റെ മകന് ഏകദേശം 35 വയസ്സായി. എൻ്റെ മകനും മരുമകളും 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തത് മകനും മകളുമാണ്, ഇളയത് പെൺകുട്ടിയാണ്. അവര് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ ബാംഗ്ലൂരിൽ ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു. മോന് മണക്കാല ബൈബിൾ കോളേജിലെ BTH ഡിഗ്രി ഹോൾഡറാണ്. അത് കഴിഞ്ഞ് അവന് MSc സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് അവരിപ്പോ ജോലി ചെയ്യുന്നു. ബാംഗ്ലൂർ ഉള്ളപ്പോൾ നമ്മുടെ സഭയോട് ചേർന്ന് ശുശ്രൂഷയിലെ പങ്കുകൊള്ളുമായിരുന്നു. ഇപ്പം ഡൽഹിയിലാണ്. തിരിച്ച് ബാംഗ്ലൂരിൽ വരണമെന്നുള്ള താല്പര്യത്തിലുണ്ട്. അത് ദൈവഹിതം പോലെ കാര്യങ്ങൾ നടക്കട്ടെ. അടുത്ത രണ്ടാമത്തെ മകള് ഒരു അഡ്വക്കേറ്റാണ്. ഇവിടെ ബാംഗ്ലൂരില് ഹൈക്കോർട്ടിലും ഒക്കെ ആയി 3 വർഷത്തോളം ഇവിടെ പ്രാക്ടീസ് ചെയ്തു. ഇപ്പൊ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടി കാനഡയിൽ പോയി. വിവാഹിതയാണ്. മരുമകനും ഇപ്പൊ അവരെ ഒരുമിച്ച് കുടുംബമായിട്ട് കാനഡയിലായിരിക്കുന്നു. ഇപ്പോ കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പ് അവരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവര് സന്തോഷമായിട്ടൊക്കെ. ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോ ഒരു 20 വർഷമായി ഞാന് ബാംഗ്ലൂരില്
ഹെബ്ബാൾ ഏരിയയിൽ തന്നെ. ഹെബ്ബാളിൽ നിന്ന് ബഥേലേജിയിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരത്തില്, 2 കിലോമീറ്റർ കാണുക, ഏകദേശം 2 കിലോമീറ്ററോളം ദൂരത്തില് ഞാനൊരു പ്രവർത്തനം അവിടെ ആരംഭിച്ച് ഗിൽഗാൽ അസംബ്ലീസ് ഓഫ് ഗോഡ്, ആ ദൈവസഭ 20ഓളം വർഷമായി അവിടെ ശുശ്രൂഷയിലായിരിക്കുന്നു. കുറച്ച് കന്നഡ തമിഴ് ഭാഷക്കാരും അധികം മലയാളികളുമായി ഒരു കൂട്ടം ആളുകൾ ഞങ്ങൾ ഒരുമിച്ച് ആ സഭയിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ഓക്കെ, ഈ ബാംഗ്ലൂരില് ഈ ഏറ്റവും അധികമുള്ള പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഏജി ചർച്ചാണ്. ഏജി ചർച്ച ഈ ബാംഗ്ലൂർ ടൗൺ കേന്ദ്രീകരിച്ച് നോക്കിയാൽ എത്ര ഏജി ചർച്ച ഉണ്ടാകും? ബാംഗ്ലൂരിനെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ബാംഗ്ലൂർ വെസ്റ്റ് 2-ൽ ആണ്. അതാണ് ഞങ്ങളുടെ പ്രസ്ബിറ്ററി. ഞങ്ങളുടെ പ്രസ്ബിറ്ററി എന്ന് പറയുന്നത് ബഥേൽ ചർച്ചൊക്കെ അടങ്ങുന്ന ഈ ഏരിയ, ഈ ബാംഗ്ലൂർ വെസ്റ്റ് ഏരിയയില് 30-ലധികം പാസ്റ്റേഴ്സ് വെസ്റ്റ് ഏരിയയിൽ മാത്രം കടന്നു വരുന്നുണ്ട്. എല്ലാവർക്കും സഭകളുണ്ട്. ചില സഭകള് വലിയ ബിൽഡിങ്ങുകളൊന്നും ബഥേൽ ചർച്ച് പോലെയോ അല്ലെങ്കിൽ മറ്റതുപോലുള്ള വലിയ ഒരു കോൺഗ്രിഗേഷൻ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ വലിയ ഒരു ഹോളുകളൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ വീടുകളായിരിക്കാം, ചിലപ്പം വാടകയ്ക്കൊക്കെയുള്ള ചെറിയ ഹോളുകളായിരിക്കാം. എന്നിരുന്നാലും പ്രവർത്തനങ്ങളും സഭയുമായിട്ട് ഒരു 30-ലധികം പാസ്റ്റേഴ്സ് ഞങ്ങളുടെ പ്രസ്ബിറ്ററിയിൽ തന്നെയുണ്ട്. അപ്പൊ പാസ്റ്റർ പറയുന്നത് പാസ്റ്ററുടെ ആ വെസ്റ്റ് ഏരിയയിൽ തന്നെ 30-ലധികം പാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഏജി ചർച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ ഇപ്പൊ ആര് വന്നാലും അവർക്ക് ഏജി ചർച്ചിന്റെ ഒരു ഭാഗമായ ഒരു പാസ്റ്റർ ആണെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് ഒരു സഭ ആരംഭിച്ച് അവര് 1-2 വർഷം ഒരു പ്രവർത്തനമൊക്കെ ചെയ്ത് ഒന്ന് വളർന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മായിട്ട് അവർക്ക് ചേർന്ന് നിൽക്കാനും അതിന് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു രജിസ്റ്റേർഡ് സഭയായിട്ട് നിൽക്കാനുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസ്റ്റർ ഒന്നുകൂടെ കഷ്ടപ്പെട്ട് ഒരു സഭയൊക്കെ പണിത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് അവിടെ ഇരിക്കും, ഒരു ട്രാൻസ്ഫർ ഒന്നുമില്ല. ട്രാൻസ്ഫർ ഇല്ലെന്ന് പറയുന്നത് ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് 2 കാരണങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ഒന്ന്, സഭ ഇതിലുള്ള ജനങ്ങൾ പറയുക ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ വേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാറിപ്പോയാലേ മതിയാവും. അല്ല, ഈ ബഥേൽ സഭ MA വർഗീസിനെ AG ഏൽപ്പിച്ചാൽ അവർക്ക് മാറ്റാം. അപ്പൊ ഞാൻ ഗിൽഗാൽ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സഭയാണ് ശുശ്രൂഷിക്കുന്നത്. അപ്പൊ അത് ഞാൻ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സഭ ആയതുകൊണ്ട് AG നീ മാറിപ്പോണം എന്നും പറഞ്ഞുകൊണ്ട് എന്റെ മേൽ ഒരു പ്രഷർ ഇടാൻ വരികയില്ല, അല്ലെങ്കിൽ അധികാരം ഉപയോഗിക്കാൻ വരികയില്ല. 1. 2, സഭയിലുള്ളവര് അതിൽ എനിക്കെതിരെ പരാതി കൊടുത്താൽ AGക്ക് തീർച്ചയായിട്ടും എന്നെ മാറ്റാം. അസംബ്ലീസ് ഓഫ് ഗോഡിൽ ആ സഭയിൽ നിന്ന് മാറ്റാം, മറ്റാളുകളെ അവർക്കാക്കാം. അല്ല, ഞാൻ തന്നെ പറയുക എനിക്ക് തുടർന്ന് ഇവിടെ ഒരാളെ ആക്കിക്കൊള്ളുക, ഞാൻ മാറുന്നു എന്ന് പറഞ്ഞാലും അവർ മറ്റൊരാളെ ആക്കും. അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫറിനും ഒന്നും അങ്ങനെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചെയ്യാറില്ല. ഓക്കെ, ഇപ്പൊ പാസ്റ്റർ ഇപ്പം നമ്മുടെ ഈ പുതിയ ന്യൂ ജനറേഷൻ ചർച്ചകളിലാണ് ഇപ്പൊ കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നത്. അതായത് ഇപ്പം പാസ്റ്റർ MA വർഗീസിന്റെ അവിടെ നോക്കിയാലും 2 രീതിയിലുള്ള പ്രാർത്ഥനകളുണ്ട്. ഒന്ന്, ട്രഡീഷണൽ പെന്തക്കോസ്റ്റ് പ്രാർത്ഥനയുണ്ട് പാസ്റ്റർ MA വർഗീസിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ മകൻ സുനിലിന്റെ നേതൃത്വത്തിൽ. അതേസമയം ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജോൺസൺ പാസ്റ്റർ നേതൃത്വത്തിൽ ന്യൂ ജനറേഷൻ സഭകളുണ്ട്. അപ്പോ അതെന്തുമായിക്കൊള്ളട്ടെ, ഞാൻ ചോദിക്കുന്നത് ഈ ന്യൂ ജനറേഷൻ ചർച്ചിന്റെ ഈ വളർച്ച ഇങ്ങനെ വരുന്നതോടുകൂടി ഈ ട്രഡീഷണൽ പെന്തക്കോസ്റ്റൽ സഭകൾക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഉണ്ട്. അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്, കണ്ട് മനസ്സിലാക്കുന്നതാ പറയുന്നത്. തീർച്ചയായും അനുഭവത്തിൽ നിന്ന് വന്ന പഴയകാല സഭകളെ അപേക്ഷിച്ച് ഒരു വലിയ ഒരു എന്നാ പറയുന്നത് ഒരു വളർച്ചയാണ് ഈ ന്യൂ ജനറേഷൻ സഭകളിൽ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ കർക്കശമായ ഉപദേശങ്ങൾ പഴയകാല പെന്തക്കോസ്ത് സഭകളിൽ ഉണ്ട്. പക്ഷേ ന്യൂ ജനറേഷൻ സഭകളില് അങ്ങനെ കർക്കശമായ എന്തെങ്കിലും ഒരു ഉപദേശങ്ങള് ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അവർക്ക് എങ്ങനെ വേണമെങ്കിലും വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ അതിനെ ഒരു മോശമായ രീതിയിലല്ല പറയുന്നേ, അവർക്ക് വസ്ത്രം ഇന്ന് ധരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയ വസ്ത്രങ്ങൾ മുട്ടുവരെയൊക്കെ ഉള്ളത് ഇട്ടോണ്ട് വരും, പല രീതിയില് പല രൂപത്തിലൊക്കെ ഉള്ളത് ഇട്ടോണ്ട് വരും. അതിനവർക്ക് അവിടെ ഒരു നിയന്ത്രണമില്ല. അതേസമയം യോഗ്യമല്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട്
പഴയകാല വിശ്വാസ സഭകളിലൊന്നും ആരും അങ്ങനെ വരാറില്ല. ഒരു സീനിയർ സുവിശേഷകൻ, നമ്മുടെ ഒരു സീനിയർ സുവിശേഷകൻ 85-90 വയസ്സുള്ള ഒരു അച്ചായൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ന്യൂ ജനറേഷൻ സഭകൾ ഈ മറ്റുള്ള ട്രഡീഷണൽ ബന്ധകോസ്ത സഭകളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. അച്ചായന്റെ സഭയിൽ നിന്നും കുറച്ച് പേര് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് അതിൽ വലിയ സങ്കടമുണ്ട്, എങ്കിലും സങ്കടം പുറത്ത് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇത്രയും നാൾ ഹോൾഡ് ചെയ്ത ഒരു വിശ്വാസം, ഒരു ബന്ധകോസൽ വിശ്വാസം, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ആയി വരുമ്പോഴത്തേക്കും അതെല്ലാം നേരെ ഉൾട്ട എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ പറഞ്ഞ ഉൾട്ട എന്ന് പറഞ്ഞാൽ നേരെ തലതിരിക്കും. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ ചിന്തിക്കുന്നതും പറയുന്നതും അപ്പച്ചനും അച്ചായനും ഒക്കെ ചിന്തിച്ച ആ വിശ്വാസമൊക്കെ ഒരു പഴഞ്ചൻ ലുക്കായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്ന വിശ്വാസമാണ് ഇച്ചിരൂടെ നല്ലത്, അത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, യങ്സ്റ്റേഴ്സിന് വരാനായിട്ടൊരു വേദിയുണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ അവര് വാദിക്കുന്നൊരു വാദം. അപ്പൊ നമ്മൾ ഇത്രയും നാളും ഈ ഒരു ട്രഡീഷണൽ പെന്തക്കോസ് ശൈലിയിൽ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പിള്ളേര് പറയുന്നതനുസരിച്ച് അപ്പച്ചന്മാർക്ക് ഒരു പുരോഗമന ചിന്താഗതി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്താണ് പാസ്റ്റർക്ക് ഇതിനെ കുറിച്ച് പറയാനായിട്ട്? ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ അനുഭവത്തിൽ നിന്ന്, അനുഭവത്തോളം വലിയ ഗുരുവില്ലല്ലോ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടതും അനുഭവിച്ചതും പഠിച്ചതുമായിട്ടുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് തിക്താനുഭവങ്ങളിൽ നിന്ന് ദൈവ പ്രവൃത്തി കണ്ട് ഞാൻ BSF ഒരു 10 വർഷത്തോളം ജോലി ചെയ്ത ടെക്നിക്കൽ കോളേജ്, BSF ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇവിടെ യലഹങ്ക എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ടെക്നിക്കൽ കോളേജിൽ ഞാൻ ജോലി ചെയ്ത ഒരാളാണ് 10 വർഷം. എനിക്കുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. ആ കോളേജിൽ ഒരു ടെക്നീഷ്യനെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോ അതിന് ഒരു ടെക്നീഷ്യനെ ആവശ്യമുള്ളപ്പോഴേ അവർ സൗത്ത് ഇന്ത്യ 4 സ്റ്റേറ്റിൽ നിന്നാണ് ഈ ഒരാളിനെ വേണ്ടത്. 4 സ്റ്റേറ്റിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ആയതിന്റെ പേരിൽ 4 സ്റ്റേറ്റിൽ ഇത് സൗത്ത് ഇന്ത്യയിലെ 4 സ്റ്റേറ്റിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. അപ്പോ ഞാൻ അന്ന് മറ്റൊരു പ്രൈവറ്റ് കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഒരു പ്രൈവറ്റ് പോളിടെക്നിക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ശ്രീധരൻ എന്ന് പറയുന്ന ഒരു സാർ, ഒരു യൗവനക്കാരൻ, അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സിന്റെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. അതുകൊണ്ട് ഈ മനുഷ്യന് ഞങ്ങളുടെ കോളേജിന്റെ സയൻസിന്റെ ഇൻചാർജാണ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കോളേജിൽ. അപ്പോൾ ഒരു ദിവസം ഈ ശ്രീധരൻ വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കാന്റീനിൽ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, സാറേ എനിക്ക് BSFന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി കിട്ടി, അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നു, ഞാൻ ഈ നാളെ ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് അടുത്ത ആഴ്ച എനിക്ക് അവിടെ ജോയിൻ ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം എല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയ ടീ പാർട്ടി പോലെ, അവിടെ തന്നെ ഒരു ടീ പാർട്ടി പോലെ വെച്ച് ശ്രീധരനെ യാത്രയൊക്കെ നടത്തി. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോ ശ്രീധരൻ അവിടുന്ന് പോയി. 1 വർഷം കഴിഞ്ഞപ്പോ ഈ ശ്രീധരൻ ഒരു ചൊവ്വാഴ്ച ദിവസം രാത്രി 8 മണിയായപ്പോ, അന്ന് ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡില് ബഥേൽ ഏജിയില് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ബൈബിൾ സ്റ്റഡി ഉണ്ട്. എനിക്കൊന്ന് മിക്കവാറും ഭാഷ ചുരുക്കമായിരിക്കും, വെളിയിൽ നിന്നൊക്കെ ദൈവദാസന്മാരൊക്കെ വന്നിട്ടാണ് അവിടെ ബൈബിൾ സ്റ്റഡി, ചൊവ്വാഴ്ച ബൈബിൾ സ്റ്റഡി നടത്തുന്നത്. അപ്പൊ ഞാൻ ആ ബൈബിൾ സ്റ്റഡിക്ക് അവിടെ ഇരിക്കുമ്പോൾ ആരോ ഒരാള്, അന്ന് ചെറിയ ചർച്ച, ബഥേൽ ചെറിയ ചർച്ച, ഈ ഷീറ്റൊക്കെ ഇട്ടുന്ന ചെറിയ ചർച്ച. അപ്പോ ഒരാൾ ഡോറിന്റെ അവിടെ വന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് തലയിട്ടിട്ട് ഇങ്ങനെ നോക്കുന്നു. അപ്പൊ എമേറിയസ് പാസ്റ്റർ അവിടെ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം കണ്ടു ആരോ വന്ന് പുറത്തു നിന്നു. അപ്പൊ രാത്രി 8 മണിയായി. അകത്തോട്ട് തലയിട്ട് ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പം എന്ത് വേണമെന്ന് അദ്ദേഹം ഇങ്ങനെ കൈകൊണ്ട് ഈ ബൈബിൾ സ്റ്റഡി നടന്നുകൊണ്ടിരുന്നതിനിടയ്ക്ക് എന്ത് വേണമെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ വന്നയാള് പറഞ്ഞു, ബാബു ബാബു എന്ന് ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ എന്റെ പേര് വിളിച്ചതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം ഇദ്ദേഹമാണ്, ശ്രീധരനാണ്. ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ നമ്മുടെ BSFന്റെ കോളേജില് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കുറെ മെഷീനുണ്ട്, ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കുട്ടികൾക്ക് ആവശ്യമുള്ള പഠിക്കാനുള്ള മെഷീൻസ്, അതായത് ഈ ലെയ്ത്ത്, ഡ്രില്ലിങ്, ഷേപ്പിങ്, മില്ലിങ്, തുടങ്ങി പല മെഷീൻ മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകളിൽ ആവശ്യമുള്ള മെഷീൻസ്. ഈ മെഷീൻ എല്ലാം കൂടെ ഡൽഹിയിൽ നിന്ന് BSF കണ്ടം ചെയ്ത് കളഞ്ഞതാണ്. അപ്പൊ അതെല്ലാം കൂടെ BSFന്റെ തന്നെ ഒരു ട്രക്ക് കയറ്റി അവര് ഇവിടെ ബാംഗ്ലൂരിൽ കൊണ്ടുവന്നു. അപ്പോ ഈ കോളേജിന്റെ ഡയറക്ടറായിട്ട് അന്നിരുന്നത്
ഇവിടെ എച്ച്.എയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു തമിഴ് ഒരു മനുഷ്യനാണ്. ചില പ്രായമുണ്ട്. അദ്ദേഹം ഞാൻ യൂറോപ്പിലൊക്കെ പോയി പഠിച്ച് അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടത്. അദ്ദേഹമായിരുന്നു കോളേജിന്റെ ഡയറക്ടർ. ഇയാൾക്കൊരു താല്പര്യം ഈ മെഷീനൊക്കെ കണ്ടം ചെയ്ത് കളഞ്ഞതിനെ തിരിച്ചു ഓടിക്കണം. അപ്പൊ അദ്ദേഹത്തിനും അദ്ദേഹത്തിനും ഒരു അഭിമാനമാണ്. അപ്പൊ അങ്ങനെ ഈ ശ്രീധരനെ വിളിച്ച് ചോദിച്ചു, നല്ലപോലെ മെഷീൻ റിപ്പയർ ചെയ്യാൻ മെക്കാനിക് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീധരൻ പറഞ്ഞു, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കോളേജിലെ ഒരു ബാബു ഉണ്ട്, പുള്ളി മെക്കാനിക്കൽ ഇച്ചിരി മിടുക്കനാണ്, അവിടുത്തെ എല്ലാ മെഷീൻസും പുള്ളിയാണ് പഠിപ്പിക്കുകയും മെയിൻ്റനൻസ് എല്ലാം പുള്ളി ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. നീ അവനെ വിളിച്ചോണ്ട് പോവാ, നമുക്കിവിടെ ഈ മെഷീൻ എല്ലാം ഒന്ന് നന്നാക്കി ഓടിച്ചാൽ നമുക്കൊരു അഭിമാനമാണ്. ഈ ഫോഴ്സിലൊക്കെ ഉള്ള ആളുകൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ജോലി ചെയ്ത കോളേജിൽ ഒരാഴ്ചത്തെ ലീവ് ഇട്ട് ഈ BSFന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അവിടെ ചെന്ന് ഈ സാറിന്റെ ഈ വരദരാജൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നു. ഇങ്ങനെ ബഹുമാനത്തോടൊക്കെ കയറി ചെന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, നീ എന്തൊക്കെയാ ചെയ്യുന്ന ഇതാന്നൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, ഇവിടെ കുറെ മെഷീൻ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്, നീ അത് എല്ലാം ഓടിക്കണം, ഒക്കുമൊന്ന് പോയി ഒന്ന് നോക്കിയേച്ച് വരാൻ പറഞ്ഞു. എന്റെ കൂടെ ഒരു BSFലെ ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ കൂടെ കൂട്ടിന് വിട്ടു. ഞാൻ ചെന്ന് ഈ മെഷീനൊക്കെ ഇറങ്ങിയിരിക്കുന്നിടത്തെല്ലാം പോയി കണ്ടപ്പോൾ എല്ലാ മെഷീനും അഴിച്ചു പെറുക്കി ഒരു കൂട്ടി ഇളക്കി വിട്ടിരിക്കുക. പല മെഷീന്റെ പാർട്ടുകളൊക്കെ കൂടി ഇളകി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുക. കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ട്. പിന്നെ മെഷീന്റെ കളറുകൾ കണ്ടാണ് പല പാർട്ട് ഞാൻ മാറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, ആർ യു ഷുവർ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ വാക്ക്. സാർ, ഞാൻ ഇത് നന്നാക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ആർ യു ഷുവർ? ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ നന്നാക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നന്നാക്കും, ഞാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇനി ആരും അത് നന്നാക്കൂല. ഞാൻ നന്നാക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നന്നാക്കും, ഞാൻ ഒക്കത്തില്ലെന്ന് പറയുന്നത് ഇനി ആരും അത് നന്നാക്കത്തില്ലെന്ന്. ഇത് ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ അങ്ങ് ടച്ച് ചെയ്യും. കാരണം അത്ര അതോറിറ്റീവായിട്ട് ഒരാളിങ്ങനെ കയറി പറയുന്നത് എങ്ങനെ? ഏതായാലും ഇത് എയുടെ മനസ്സിലിരുന്നു. ശരി, നാളെ മുതൽ ആരംഭിക്കണം. ഒരാഴ്ചയാകുമ്പോഴത്തേക്ക് BSFന്റെ ഡയറക്ടർ ജനറൽ, അദ്ദേഹമാണ് ഈ കോളേജ് പുതുതായിട്ട് ആരംഭിക്കുന്ന കോളേജാണ്, അത് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ്. അതിന് മുമ്പ് നന്നാക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ലീവ് എടുത്തു പോയി, ഇതെല്ലാം നന്നായിട്ടുണ്ടാക്കി എല്ലാ മെഷീനും ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു. ആ മനുഷ്യന് വളരെ താല്പര്യം തോന്നി എന്നോട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നീ ബില്ല് എഴുതി കൊടുക്ക, നീ എഴുതുന്നതായിരിക്കും ബില്ലെന്ന് പറഞ്ഞാൽ നീ ഒട്ടും കുറയ്ക്കണ്ട, മാന്യമായിട്ടൊരു ബില്ല് എഴുതി കൊടുത്തു, ഞാനത് പാസ്സാക്കിക്കോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു മടിയില്ലാതെ നല്ലൊരു ബില്ല് എഴുതിക്കോ എന്നെനിക്കൊരു മൗനാനുവാദം തരികയാണ്. എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഇവിടെ ഞങ്ങൾക്കൊരു ടെക്നീഷ്യനെ വേണം, വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ? അപ്പം ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ SLC പാസ്സായിട്ടേ ഉള്ളൂ. ഓ, അദ്ദേഹം ഒരു നിരാശയോട് ഒരു മൂളലും പോയി. എന്നിട്ട് പറഞ്ഞു, നമുക്കിവിടെ ടെക്നീഷ്യനെ വേണം മെക്കാനിക്കലിലേക്ക്, പക്ഷേ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് ഡിപ്ലോമക്കാരനാണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസും ITI ആണെങ്കിൽ 6 വർഷത്തെ എക്സ്പീരിയൻസ്. ഇതാണ് ഗവൺമെന്റിന്റെ നിയമം എന്ന് പറഞ്ഞു. ഒരു മിനിറ്റൂടെ അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട്, ഒരു മിനിറ്റ് അദ്ദേഹം എന്തോ ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഈ വരുന്ന 1-ാം തീയതിയുള്ള ഇന്ത്യൻ എക്സ്പ്രസ് പേപ്പർ ഒന്ന് നോക്ക്, ഇഫ് ദർ ഈസ് പോസിബിലിറ്റി, നീ ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ പറഞ്ഞു, നോക്ക്, അതിനകത്തിൽ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നീ ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച ഏതായാലും എന്നാൽ ബില്ല് കൊടുക്കുന്നില്ല, പിന്നെങ്ങാനും ബില്ല് എഴുതി കൊടുക്കാം, ഞാൻ ഇനി പോകുന്നു. 2-3 ദിവസമേ ഉള്ളൂ. അപ്പൊ 1-ാം തീയതിക്ക് 1-ാം തീയതി ഞാൻ ഇംഗ്ലീഷ് പേപ്പർ ഒരെണ്ണം പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇന്ത്യൻ എക്സ്പ്രസ് പേപ്പർ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം BSF ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, യലഹങ്ക, ബാംഗ്ലൂരിലുള്ള സ്ഥലമാണ്. ഇവിടത്തേക്കുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള സ്റ്റാഫിന്റെ റിക്വയർമെന്റ് എഴുതിയിരിക്കുക. ഓരോന്നിനും ലെക്ചറാണെങ്കിൽ B+, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ്, അത് ഇങ്ങനെല്ലാം. പിന്നെ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ ഇന്നത്, ടെക്നീഷ്യൻ ആണെങ്കിൽ ഡിപ്ലോമ +3 years ഓർ ITI +6 years. ഇങ്ങനെ ഇലക്ട്രോണിക്സില്, ഇലക്ട്രിക്കലില്,
കമ്പ്യൂട്ടറിൽ ഇതിനകത്തെല്ലാം ഇതാണ് പിന്നെ ക്വാളിഫിക്കേഷൻ അവർ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ മെക്കാനിക്കൽ വന്നപ്പം അവർ ചോദിച്ചിരിക്കുന്ന ഫോർ മെക്കാനിക്കൽ ബ്രാഞ്ച് ലെക്ചേഴ്സ് അവരുടെ ക്വാളിഫിക്കേഷൻ, ഇൻസ്ട്രക്ടർമാർ അവരുടെ ക്വാളിഫിക്കേഷൻ, മൂന്നാമത് ടെക്നീഷ്യൻസ്. അത് നോക്കുമ്പോൾ ടെക്നീഷ്യൻസ് ഡിപ്ലോമ +3, ITI +6 ഈ മേളിലുള്ള ഒന്നിനുമില്ല. SLC +10 years എക്സ്പീരിയൻസ്. അപ്പോ എന്നെ എടുക്കാൻ ആ മനുഷ്യൻ ഒരു അവിടുത്തെ അന്നിരുന്ന DIG, അദ്ദേഹം ഒരു മലയാളി ഒരു സാറായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ മനോരമ ഫാമിലിയിൽപ്പെട്ട ഒരു കുര്യൻ സാറായിരുന്നു അവിടുത്തെ DIG ആൻഡ് കമാൻഡന്റ്. അപ്പൊ അദ്ദേഹത്തിനും ഈ കോളേജിന്റെ ഡയറക്ടറായിരുന്ന സാറിനും ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്നാൽ ടെക്നീഷ്യൻ മുതൽ താഴോട്ടുള്ള പോസ്റ്റുകളെ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ഈ ബോഡിക്കുണ്ട്. ഇൻസ്ട്രക്ടർ മുതൽ മേലോട്ടൊക്കത്തില്ല, അതിന് IG-യും DG-യും ഒക്കെ വേണം. അവരുടെ അടങ്ങുന്ന ആ ഒരു ബോർഡിന് മാത്രമേ അതിനെ അമെൻഡ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ടെക്നീഷ്യൻ മുതൽ താഴോട്ടുള്ളതിനെ ഈ കോളേജിന്റെ ഡയറക്ടർക്കും DIG-ക്കും കൂടെ ചേർന്ന ബോർഡിന് അമെൻഡ് ചെയ്യാം. അങ്ങനെ എന്നെ എടുക്കാൻ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ആപ്ലിക്കേഷൻ അയപ്പിക്കാൻ വേണ്ടി അവര് ഒരു ബോർഡ് കൂടി ഈ വെച്ചൊരു ക്ലോസ് ആണ് SLC +10 years എക്സ്പീരിയൻസ്. അങ്ങനെ ഞാനൊരു ആപ്ലിക്കേഷൻ അയച്ചു. സൗത്ത് ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്റ്റേറ്റിലും അയച്ചിട്ടുണ്ടായിരിക്കും, അവര് അയച്ചിട്ടുണ്ട്. ഞാൻ കർണാടകത്തില് ഇത് ഞാൻ വാങ്ങിച്ചു. ഞാൻ ഒരു ആപ്ലിക്കേഷൻ അയച്ചു. അവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 9 or 10 പേർക്ക് മാത്രമേ ഇന്റർവ്യൂവിനുള്ള ലെറ്റർ ഇട്ടുള്ളൂ. അപ്പൊ ഞാനും കൂടെ ഇന്റർവ്യൂവിന് ചെന്നു. രാവിലെ ഞാൻ ഇന്റർവ്യൂവിന് പോകാൻ നോക്കുമ്പോൾ എനിക്ക് ചെരുപ്പില്ല. എന്റെ ഒരു ചെരുപ്പ് പ്ലാസ്റ്റിക് ചെരുപ്പായിരുന്നു. ഇത് തള്ളവറിലൊന്നും കയറത്തില്ല, അതെല്ലാം പൊട്ടിക്കിടക്കുക. ഞാനൊരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒരു കട്ടിംഗ് പ്ലെയർ എടുത്തൊരു നൂൽക്കമ്പിയൊക്കെ എടുത്ത് ചൂടാക്കി പഴിപ്പിച്ച് ഇതിനെ തുന്നിക്കെട്ടിക്കൊണ്ട് ഞാനും പോയി. ഏറ്റവും വലിയ രസം, എന്റെ കയ്യിൽ അന്ന് എന്റെ SLCയുടെ സർട്ടിഫിക്കറ്റ് പോലും നഷ്ടപ്പെട്ടിരിക്കുക. ഏതോ ഒരു പഴയ കോപ്പി മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ഇതും കൊണ്ട് ഞാനും അവിടെ ചെന്നു. അവിടെ ഒരു 8-10 ചെറുക്കന്മാര് യൗവനക്കാരൊക്കെ ഉണ്ട്. അവർ കോട്ടിട്ട് ടൈ ഉണ്ട്, നല്ല ഫയലും ഒക്കെ പിടിച്ച് ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും. എനിക്കിതുപോലെ അറിയാം. ഞാനും അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ടെക്നീഷ്യൻസ് ആയതുകൊണ്ട് പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചെയ്യണം. പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ പ്രാക്ടിക്കൽ ടെസ്റ്റ് തന്നത് ഞാൻ തലയാഴ്ചയില് ഞാൻ നന്നാക്കി വെച്ച മെഷീനുകളിലാണ് ഈ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഒക്കെ വന്നത്. ഈ വന്നവന്മാര് മെഷീൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇത് അങ്ങോട്ടും അവർക്ക് ഈ മെഷീനിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരുന്ന മെഷീൻ ആയതുകൊണ്ട് ഓരോന്നിന്റെ കണ്ടീഷൻ എനിക്കറിയാം. ഈ 40 മിനിറ്റത്തെ പ്രാക്ടിക്കൽ ടെസ്റ്റിൽ ഈ വന്ന പയ്യന്മാർക്ക് കൊടുത്ത ഡ്രോയിങ് അനുസരിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോ എനിക്ക് തന്ന ആ ഡ്രോയിങ് 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ആ മോഡൽ കട്ട് ചെയ്ത് മെഷീനില് മോഡൽ കട്ട് ചെയ്ത് ഞാൻ അവർക്ക് കൊടുത്തുവിട്ടു. എനിക്ക് BSF ഇൻസ്റ്റിറ്റ്യൂട്ട് വിടുന്നത് വരെയും ഡയറക്ടറുടെ ഓഫീസില് പേപ്പർ വെയിറ്റിന് ആ സാധനം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ഞങ്ങള് എല്ലാവരും കൂടെ ഒക്കെ പല പിള്ളേർ എനിക്കൊന്ന് 2-3 പേരൊക്കെ ആരംഭത്തിൽ തന്നെ ഒക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇട്ടേച്ചു പോയി. 3-4 പേര് മാത്രമേ അവിടെ നിന്ന് ഇതിനെ പൂർണ്ണമായിട്ട് ചെയ്തുള്ളൂ. ഞങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു വെച്ചു. ഞങ്ങൾ കട്ട് ചെയ്ത മോഡലും എല്ലാം എടുത്ത് അവിടെ വെച്ചു. ശരി എന്നിട്ട് പറഞ്ഞു BSFന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ആരെയാണോ സെലക്ഷൻ ആയിട്ടുള്ളത് അവർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് പഴയ കമ്പനി ഓഫീസിൽ നിന്ന് ഞാൻ ജോലിയും രാജിവെച്ച് എനിക്ക് ജോലിയില്ല. അങ്ങനെ ജോലിയുമില്ലാതെ ഒരു 2 മാസമായി. എനിക്കൊരു മോനപ്പം ജനിച്ചു. ഭയങ്കര കഷ്ടമാണ്, ഞെരുക്കമാണ്. ആരോടും ചോദിക്കാനൊന്നും അന്ന് നിവൃത്തിയില്ല. ആരും ഇല്ലാത്തവരാ, എല്ലാവരും ഇല്ലാത്തവരാ. അങ്ങനെ എവിടുന്നോ എന്റെ കയ്യിൽ ഒരു 50 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 40ഓളം വർഷത്തിന് മുമ്പുള്ള 38 വർഷത്തിന് മുമ്പുള്ള ചരിത്രം അതിന്റെ വലിയ എനിക്ക് ഓർമ്മയില്ല. ഒരു 50 രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ എനിക്ക് മോന് ഒരു വയസ്സൊക്കെ ഉള്ളൂ. അപ്പൊ ഈ 50 രൂപ ഞാൻ എടുത്ത് മാറാതിരിക്കുക. കാരണം കുഞ്ഞിനൊരു സിറപ്പ് പോലും വാങ്ങിക്കേണ്ടി വന്നാൽ ഇത് മാറിയാൽ അങ്ങ് തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ 50 രൂപ കൈവിട്ടുകൊണ്ടിരിക്കും.
ഇപ്പം ഞങ്ങൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാനും വൈഫും കൂടെ നടക്കും. നടന്ന് പള്ളിയിൽ പോകും, തിരിച്ചു വരും, വെയില. അങ്ങനെ കഷ്ടതയൊക്കെ അനുഭവിച്ചിട്ട് 50 രൂപയെ തൊട്ടില്ല. അങ്ങ് ഇരിക്കുമ്പം ദൈവദാസനെ ഒരു പത്തനാപുരത്ത് നിന്ന് ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ഒരു ഉപദേശി. അദ്ദേഹം ഒരു വെള്ളമുണ്ടും വെള്ള ഉടുപ്പൊക്കെ ഇട്ട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം വന്ന് ബദേൽ സഭയിൽ വന്നിട്ട് ഇങ്ങനെ അല്പസമയം ശുശ്രൂഷിക്കാൻ കൊടുക്കുമ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു, ഞാൻ പത്തനാപുരത്തു നിന്ന് വരുന്നു, എൻ്റെ പേര് ജോർജ് കുട്ടി എന്നാണ്. ഞങ്ങളുടെ സഭയിലെല്ലാം കൃഷിക്കാരാ. ഞങ്ങളുടെ ഒരു ചെറിയ ഹോളാണ്, ഓല മേഞ്ഞതാണ്. എല്ലാ വർഷവും ഈ കേരളത്തിലെ മഴയല്ലയോ, ഇത് മൊത്തം ചോന്നൊലിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തന്നാൽ ഞങ്ങൾ അതിന് ഷീറ്റ് വാങ്ങിച്ചിട്ട് നനയാതിരുന്ന് ദൈവത്തെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു. അന്ന് എന്റെ ആകപ്പാടെ ഭൂതം നിധി കാക്കുന്നെന്ന് പറഞ്ഞ പോലെ ഈ 50 രൂപ നാളുകൾ കൊണ്ട് ഞാൻ കൊണ്ടു നടക്കുക. ഈ മനുഷ്യൻ ഇത് പറയുകയും ചെയ്യും. ജോലി കിട്ടുമോ കിട്ടത്തില്ലയോ എന്നൊട്ട് അറിയത്തുമില്ല. ഇന്റർവ്യൂ കഴിഞ്ഞു, സെലക്ട് ആയവരെ വിളിക്കും. അത് 1-2 മാസത്തിനകമായിരിക്കും അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുന്നേ. ഏതായാലും കൊള്ളാം പാസ്റ്റർ, ഞാൻ ഈ 50 രൂപ എടുത്ത് അങ്ങ് കൊടുത്തു. ഈ പാസ്റ്റർ കൊടുത്തു. തിരിച്ച് ഒന്നുമില്ലാതെ ഞാനും ഭാര്യയും മോനെയും കയ്യിൽ ഇങ്ങനെ ഇട്ട് നടന്നു വരുമ്പോഴേ പുറകിൽ നിന്നൊരു വിളി കേൾക്കാം. ഞായറാഴ്ചയാണെന്ന് ഓർത്തോണേ. പുറകിൽ നിന്നൊരു വിളി കേൾക്കാം, ഹലോ സാറിന്. അപ്പൊ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പലചരക്ക് കടക്കാരനെ വിളിക്കുന്നു. ഞാൻ തിരിച്ചങ്ങോട്ട് ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങളെ തിരക്കി ഒരു മനുഷ്യൻ ഇവിടെ വന്നായിരുന്നു, എന്നിട്ട് ഞാൻ ഒരു ചെറിയ ലെറ്റർ എഴുതി ഇവിടെ തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ലെറ്റർ വാങ്ങിച്ചു നോക്കിയപ്പോ എന്റെ കൂടെ ഈ പഴയ കോളേജിൽ ജോലി ചെയ്ത ഒരു റിട്ടയർഡ് എയർഫോഴ്സുകാരൻ, ഇദ്ദേഹം എന്നെ തിരക്കി വന്ന കാരണം ഞങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ യലഹങ്ക BSFന്റെ ക്യാമ്പിൽ വന്നിട്ടുണ്ട്. പുള്ളി ഇതെങ്ങനെ അറിഞ്ഞു. എന്നിട്ട് പിന്നെ അവര് പോസ്റ്റിൽ അയച്ചാൽ ഇനി 15 ദിവസം കഴിഞ്ഞിട്ടേ അവർ അയക്കത്തുള്ളൂ. നമുക്ക് നാളെ പോയാൽ ബൈ ഹാൻഡ് വാങ്ങിച്ചിട്ട് നാളെ തന്നെ ജോയിൻ ചെയ്യാം. അങ്ങനെ ഈ മനുഷ്യനെ ഇത് പറയാൻ വന്നതിനെ കാണാത്തോണ്ട് ലെറ്റർ എഴുതി കൊടുക്കുക. ഞാൻ പറഞ്ഞത് 50 രൂപ കൊടുത്തേച്ച് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞായറാഴ്ചയാണെന്ന് നോക്കി ഓർത്തോണം. എനിക്ക് BSFന്റെ ഓഫീസിൽ വന്ന ആ ഇൻഫർമേഷൻ ഈ മനുഷ്യൻ മുഖേന എനിക്ക് കിട്ടി. നീ സെലക്ട് ആയിട്ടുണ്ട്, നിനക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നിട്ടുണ്ട്, BSFനകത്ത് അതുണ്ട്. അയക്കാൻ നിന്നാൽ പതുക്കെ അവർ അയക്കത്തുള്ളൂ. 1-ാം തീയതി ജോയിൻ ചെയ്തതുപോലെ അവർ അയക്കത്തുള്ളൂ. ഇപ്പോഴാണെങ്കിൽ 15-ാം തീയതിയായി, നമുക്ക് 15 ദിവസത്തെ ശമ്പളത്തിന് നേരത്തെ കയറാം. അങ്ങനെ അത് ഒരു നല്ല ശമ്പളമായിരുന്നു. കാര്യം ഞാൻ അത് BSFന്റെ സബ് ഇൻസ്പെക്ടറുടെ പോസ്റ്റും ആ സ്കെയിലും അന്നത്തെ BSFന്റെ സബ് ഇൻസ്പെക്ടർ ഒരു പോസ്റ്റാണ്. ആ ശമ്പളം ആ സ്കെയിലാണ്. അല്പം മാന്യമായ ഒരു സ്കെയിലാണ്. അങ്ങനെ ഞാൻ 10 വർഷം അവിടെ ജോലി ചെയ്തു. അത് അത്ഭുതകരമായി ദൈവം എനിക്ക് തന്നതാണ്. ശ്രദ്ധിക്കണം, ഈ സൗത്ത് ഇന്ത്യയിൽ 4 സ്റ്റേറ്റിൽ നിന്നും ഒരു വേക്കൻസിയേ ഉള്ളൂ. വന്നതൊക്കെ ആരാ? നല്ല മിടുക്കന്മാർ, നല്ല ഡിഗ്രിയൊക്കെ ഉള്ള ചെറുക്കന്മാർ. അങ്ങനെ അവരുടെ ആ ഇതിലാണ് അവർ വന്നത്. പക്ഷേ ഈ പ്ലാസ്റ്റിക് ചപ്പല് കെട്ടി കാർട്ടിംഗ് പ്ലെയർ വെച്ച് കെട്ടി ഞുറുക്കി പോയത് ഞാൻ ഒരുത്തം മാത്രമേ ഉള്ളൂ. തമ്പുരാൻ അത് എന്നെ ദൈവം നോക്കിയപ്പോൾ എന്നെ കൊള്ളാവുന്നവനായി കണ്ടു കാണും. അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വസ്തത എന്തോ അതൊന്ന്. അവിടെ തന്നെയുള്ള ഈ ഒരു കാര്യമുണ്ട്. അപ്പൊ ആദ്യം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങളോട് പറഞ്ഞത്, മെഡിക്കൽ ടെസ്റ്റ് നിങ്ങൾ ഗവൺമെന്റ് ഡോക്ടർമാരിൽ നിന്ന് നിങ്ങളുടെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുവന്ന് ഇവിടെ സബ്മിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ജോലിക്ക് കയറി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സർക്കുലർ കിട്ടി. ഈ മെഡിക്കൽ റിപ്പോർട്ടൊന്നും അംഗീകരിക്കുന്നില്ല, BSFന്റെ മെഡിക്കൽ ഓഫീസർ തന്നെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാം. അയ്യോ, ആകെ ഒരു പേടിയായിപ്പോയി. കാര്യം ഇത്രയും ഒരിക്കലും സാധ്യതയില്ലാത്തത് തമ്പുരാൻ തന്നതാ. ഇനി ഏതെങ്കിലും ഒരു മെഡിക്കലി അൺഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി. ഞങ്ങളെല്ലാം നിരയായിട്ട് നിൽക്കുക. അവിടെ മുന്നേ നിന്ന് ലെക്ചറർമാരെ അവരൊക്കെ മുന്നോട്ട് കുറെ പേര് നിൽപ്പുണ്ട്. എല്ലാരെയും വിളിച്ചു, നന്നായിട്ട് ടെസ്റ്റ് ചെയ്തു, എല്ലാം നോക്കി. ഏറ്റവും ലാസ്റ്റ് നിന്ന ഞാൻ സത്യത്തിൽ പേടിച്ച് പോയി പുറകിൽ നിന്ന. ഓരോരുത്തരുടെ ഇത് കഴിയുമ്പോഴത്തേക്ക് എനിക്കങ്ങ് നെഞ്ചെടുപ്പ് കൂടുക. എനിക്ക് തന്നെ കേൾക്കാം ടും ടും. കാര്യം പേടിച്ച് അവസാനം എന്റെ ഊഴമായി. ഞാൻ വിചാരിച്ചു ഇത് അൺഫിറ്റ് ആയത് തന്നെ കേസ്. കാര്യം നെഞ്ചെടുപ്പ് അത്രയും കൊണ്ട് പേടിച്ചങ്ങ് നെഞ്ചിടിക്കുക. ക്രമം വിട്ടാ നെഞ്ചെടുപ്പ്.
ഞാൻ അങ്ങോട്ട് കയറി ഇപ്പൊ പട്ടാളമില്ലയോ, ഇപ്പൊ ഞാനിങ്ങനെ കൈയൊക്കെ സല്യൂട്ട് മേടിക്കാൻ ഞങ്ങൾ സിവിലിയൻസ്, എന്നാലും ഒരു അറ്റൻഷനിലൊക്കെ നിന്ന് കാണിച്ചിട്ട് വേണം കയറിച്ചത്. അവര് പിന്നെ ഗസറ്റഡ് റാങ്കിലുള്ളവരെ മെഡിക്കൽ ഓഫീസർ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, അപ്പൊ നട്ടുച്ച സമയമാണ്, ഇയാൾക്ക് വിശന്നതാണെന്നോ എന്താണെന്ന് എനിക്കറിയാൻ പോയി, ഏതായാലും ഉള്ള അദ്ദേഹം എന്നോട് ചോദിച്ചു, എല്ലാവരുടെയും ഫയൽ അവിടെ ഇരിക്കുക. അപ്പൊ എന്റെ ഫയൽ ആ പുള്ളിയുടെ കയ്യിൽ ഇരിക്കുന്നത്, വാട്സ് യുവർ നെയിം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാബു. ഓക്കെ, നിന്റെ വയസ്സെത്രാന്ന് ചോദിച്ചു. അന്ന് എനിക്ക് 31 വയസ്സാണ്, 31. ഓക്കെ, ഓക്കെ, യു ആർ ഫിറ്റ്, യു ക്യാൻ ഗോ. നീ ഫിറ്റാന്ന് പോവാൻ. അതെ, അത് ഇനി എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ, അദ്ദേഹത്തിന്റെ ആ തത്വം എന്തുവാണെന്ന് അറിയില്ല. ഏതായാലും കൊള്ളാം, മറ്റുള്ളവരെ പോലെ വാരിയിട്ട് എന്നെ ചെക്ക് ചെയ്തില്ല. എന്റെ വയസ്സൊക്കെ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. ഇങ്ങനെ ആ ദൈവം വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തോട്ട് ഞാൻ പറഞ്ഞേ, ഇങ്ങനെയൊക്കെയാണ് അനുഭവങ്ങള്. ആരംഭകാലത്തുള്ള ദൈവമക്കൾക്ക് ഒരു ഒരു കൈമുതലായിട്ടുണ്ട്. പക്ഷെ പിന്നെ വളർന്നു വരുന്ന, ഞാൻ അനുഭവിച്ച, ഞാൻ ഈ കടന്നു വന്നതിൽ കൂടെ ഒന്നും എന്റെ മോൻ വന്നിട്ടില്ല. അപ്പൊ അവന് ഞാൻ സൂക്ഷിക്കുന്ന വിശ്വാസം, അല്ലെങ്കിൽ ഞാൻ എന്റെ വിശ്വാസത്തിലേക്കോ അതിന്റെ ഇതിലേക്കൊന്നും അവൻ വരണമെന്നില്ല. അവൻ ഒത്തിരി ചോദ്യങ്ങൾ കാണും. അപ്പൊ ന്യൂ ജനറേഷൻ പലപ്പോഴും ഈ ഞാൻ കമ്പ്യൂട്ടർ കണ്ടിട്ട് പോലും ഇപ്പോഴും എനിക്കറിയാൻ വയ്യ. ഇപ്പോഴും മൊബൈലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ അങ്ങനൊന്നും ഉള്ള ഒരു പരിപാടി അറിയാൻ വയ്യ. ഈ ചുമന്നത് വന്നാൽ എടുക്കും, അങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ ഒന്നും അറിയാൻ വയ്യ. ഇന്ന് മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ 0 ആണ്. എന്നാൽ പിള്ളേരങ്ങനെയല്ല, അവർ പലതും കാണുന്നു, കേൾക്കുന്നു, ഒത്തിരി ചോദ്യമുണ്ട്, ഒരുപാട് ചോദ്യമുണ്ട്. സയൻസ് അത്രയും വളർന്നു, അവരതിനനുസരിച്ച് വളരുന്നു. പഴയ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മൾ തിരുവഴുത്തിൽ വളർന്നു, പിള്ളേര് സയൻസിൽ വളരുന്നു. നമ്മൾ അനുഭവങ്ങളിൽ വളർന്നു, പിതാക്കന്മാർ പറഞ്ഞു തന്നതിൽ വളരുന്നു. പക്ഷെ അവരങ്ങനല്ല. അവര് ഇന്നത്തെ സയൻസിലും അവര് തന്നെ അങ്ങ് വളരുക. അപ്പൊ അതിനനുസരിച്ച് അവരെ പോകത്തുള്ളൂ. തങ്ങളിൽ കൂട്ടി വെച്ച് നോക്കിയിട്ട് കാര്യമൊന്നുമില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാര്യം രണ്ടും 2 രീതിയിൽ വളർന്നു വന്നത്. ബേസിക് അല്ലെങ്കിൽ അടിസ്ഥാനം തന്നെ 2 2. അപ്പൊ പിന്നെ അതിനെ ചേർത്ത് വെച്ചേച്ച് താരതമ്യം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ അനുഭവിച്ച, ഞാൻ മുന്നോട്ട് കൊണ്ടുവന്ന എൻ്റെ ആ പഴയ അതിലാണ് ഞാൻ ഇന്നും ഇഷ്ടപ്പെടുന്നതും താല്പര്യപ്പെടുന്നതും ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ന്യൂ ജനറേഷൻ ആളുകളെ കുറ്റം പറയാനൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. പൊതുവെ ഈ യങ്സ്റ്റേഴ്സിനോട് എന്താണ് പാസ്റ്റർക്ക് അവസാനമായി ഒരു സന്ദേശം പറയാനുള്ളത്? ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ഈ സയൻസ് അല്ലെങ്കിൽ ഇന്നത്തെ ശാസ്ത്രം എന്നൊക്കെ പറയുന്നത്, ഇതിനൊക്കെ തിരുവെഴുത്ത് പറയുന്നത് അവസാന കാലം വരുമ്പോൾ ജ്ഞാനമൊക്കെ വർദ്ധിക്കുമെന്ന്. ദൈവത്തിന്റെ വചനം പലതും നിവൃത്തിയാവണമെങ്കിൽ ഈ സയൻസ് ഇങ്ങനെ വളർന്നു വന്നേ കഴിയുള്ളൂ. ദൈവവചനത്തിന്റെ വിശുദ്ധ പ്രവാചകന്മാരാൽ ഗോവയായ ദൈവം അരുളി ചെയ്ത ദൈവീക അരുളപ്പാടുകളുടെ പല നിവൃത്തീകരണങ്ങളും നടക്കണമെങ്കിൽ സയൻസ് വളർന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പല ആലോചനകളും പ്രവാചകന്മാരുടെ പല അരുളപ്പാടുകളും നിവൃത്തിയാകുകയില്ല. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ യെരുശലേമിന്റെ തെരുവീതി 2 ശവങ്ങൾ വീണ് കിടക്കും. ഇത് ഭൂമിയിലുള്ള എല്ലാ കണ്ണുകളും കാണും. ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് ഇന്നത്തെ സയൻസ് വളർന്നില്ലെന്നൊരു ഈ വചനം അത് നിവർത്തീകരിക്കപ്പെടുകയില്ല. ഇതുപോലെ എത്രയോ കാര്യങ്ങൾ, ഇതൊക്കെ ദൈവവചനത്തിന്റെ ഒരു നിവർത്തീകരണം കൂടെയാണ് ഇന്നത്തെ സയൻസ് വളരുന്നത്. ഇതൊക്കെ എത്ര വളർന്നെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ വചനം നിലനിൽക്കും. ദൈവത്തിന്റെ വചനത്തിൽ ഭയഭക്തിയോടെ പിതാക്കന്മാർ ഉപദേശിച്ച് തന്നത് മുറുകെ പിടിച്ച് ജീവിക്കണം. അതാ നല്ലത്. ശലോമോൻ തന്നെ ജ്ഞാനമില്ലാഞ്ഞിട്ടല്ല, പുള്ളിക്കാരൻ എല്ലാം മായ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേച്ച് സൂര്യന്റെ കീഴിലുള്ളതെല്ലാം മായ എന്ന് പറഞ്ഞു. ഒരു സമയം വന്നപ്പോ അങ്ങ് അപ്പുറത്തേക്ക് നോക്കിയേച്ച് പറഞ്ഞു, ഇല്ല, യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ തിരിച്ചറിയണം, ദൈവത്തെ അനുസരിച്ച് ഭയത്തോടെ ജീവിക്കണം, ഇതത്രേ സകലർക്കും വേണ്ടത് എന്ന്. അതുപോലെ പിതാക്കന്മാർ ഉപദേശിച്ച് തന്നത് തീർച്ചയായും അനുഭവത്തിൽ നിന്ന്. ഇന്ന് കുട്ടികൾ കാണുന്നത്
മറ്റുള്ളവരെ സൃഷ്ടിച്ച അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കണ്ടതും കേട്ടതിലുമാണ് അവർ വളരുന്നത്. അപ്പൊ പിതാക്കന്മാർ എന്താ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ലാസർ ഉപദേശിയാണെന്ന് തോന്നുന്നു, ലാസർ ബി മാത്യു. ഒരിക്കല് ബാംഗ്ലൂരിൽ തന്നെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞത്, ഒരു പയ്യനോട് ആരോ ഒരാൾ ചോദിച്ചു വാട്ട് ഈസ് പെന്തക്കോസ്റ്റ്. അപ്പൊ ആ പയ്യൻ പറഞ്ഞു പോലും, പെന്തക്കോസ്റ്റ് ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് for my grandfather. It is a tradition for my father. For me it is a headache. അപ്പൊ വല്യപ്പച്ചൻ്റെ അനുഭവവും അപ്പനിതൊരു പാരമ്പര്യവും എനിക്കിതൊരു തലവേദനയും. അപ്പൊ പെന്തക്കോസ്തിന്റെ 3 തലമുറകളിൽ വന്ന അദ്ദേഹം ഒരു തമാശ രീതി പോലെ പറഞ്ഞെങ്കിലും അതിനകത്തൊരു ഒരു 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 ആശയമുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു മർമ്മമുണ്ട്. അപ്പൊ തലമുറ മാറി വന്നപ്പോഴത്തേക്ക് അനുഭവം ഒരു തലവേദനയായിട്ട് മാറി. അതൊരു വലിയ കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പിതാക്കന്മാർ ഉപദേശിച്ചു തന്നതും അവർ കാണിച്ചു തന്നതും അവരുടെ അനുഭവം പങ്കുവെച്ചതും അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരു ഒരു സന്ദേശമാണ്, ഒരു ഉപദേശമാണ് ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും ഇത്രയും സമയം പാസ്റ്ററുടെ വലിയേറിയ സമയം ചെലവഴിച്ചത് ഒരുപാട് നന്ദിയായിരിക്കുന്നു. പാസ്റ്റർക്കും പോകണം. എന്തായാലും പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. താങ്ക് യു.